സോ പ്രിമിറ്റീവ് റിഫ്ലെക്സുകളിൽ വർക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് എൻ്റെ കുട്ടിയുടെ ചലഞ്ചിങ് ബിഹേവിയേഴ്സിൻ്റെ ഒരു സൊല്യൂഷൻ ആവുക എന്നുള്ളത് എൻ്റെ അടുത്ത് എപ്പോഴും പേരൻസ് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ അതൊന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി നോക്കാം. സോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇതാണ് നിങ്ങളുടെ ബ്രെയിൻ സ്റ്റെം. ആ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലിംബിക് സിസ്റ്റം ഉണ്ട്. ആ ലിംബിക് സിസ്റ്റത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് അതിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. ഈ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് എപ്പോഴും നമ്മുടെ ഹയർ ഫംഗ്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഒരു ഏരിയ. ആ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ്, അറ്റാച്ച്മെൻറ്റ്, ബിഹേവിയർ ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് പ്രിമിറ്റീവ് റിഫ്ലെക്സുകളുടെ ഒരു സീറ്റാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രിമിറ്റീവ് റിഫ്ലെക്സിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മും നമ്മുടെ ലിംബിക് സിസ്റ്റമായിട്ടൊരു കണക്ഷനാണ് അവിടെ ഡെവലപ്പ് ആകുന്നത്. നമ്മുടെ കുട്ടികളിൽ ഇൻറ്റഗ്രേറ്റ് ആവാതെ പ്രിമിറ്റീവ് റിഫ്ലെക്സസിൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ, അവർ സ്വയം റെഗുലേറ്റ് ചെയ്യാൻ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ ഹയർ ഫങ്ഷൻസ് എപ്പോഴും കറക്റ്റ് ആവണം എന്നുള്ളതാണ്. സോ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആ ഒരു ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റെയർ കേസ് കയറും പോലെ ആയിരിക്കും. അത് ഫസ്റ്റ് ബ്രെയിൻ സ്റ്റെം വന്നു, ലിംബിക് സിസ്റ്റം വന്നു, അതിൻ്റെ മുകളിലാണ് കോർട്ടെക്സ് വരിക. സോ നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഹയർ ഫങ്ഷൻസ് എല്ലാം കറക്റ്റ് ആവണം, നമ്മുടെ സോഷ്യലൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ, ചലഞ്ചിങ് ബിഹേവിയേഴ്സ് ഇതെല്ലാം മാറണം എന്നുള്ളൊരു കാര്യമാണ്. ഓഫ് കോഴ്സ് അത് വേണം. പക്ഷേ അതിൻ്റെ എല്ലാ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ഹയർ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ കോർട്ടെക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് തൊട്ട് താഴെയുള്ള ഒരു ലിംബിക് സിസ്റ്റം, ആ ഒരു കാര്യത്തിലോ അതിൻ്റെ തൊട്ട് താഴെയുള്ള ബ്രെയിൻ സ്റ്റെം, അതായത് പ്രിമിറ്റീവ് റിഫ്ലെക്സിൻ്റെ സീറ്റായിട്ടുള്ള ബ്രെയിൻ സ്റ്റെം, ഈ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഹയർ റിസോഴ്സിലേക്ക് എത്താൻ കഴിയില്ല. സോ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിനെ നമ്മൾ എപ്പോഴും കണ്ടേ മതിയാവും. എപ്പോഴും നിങ്ങൾ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഞാനടക്കമുള്ള ഏതൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴും ഫസ്റ്റ് കേട്ട് മടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഞാനത് ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും പറയാറുണ്ട് എല്ലാം കറക്റ്റായിരുന്നു ഡോക്ടറെ എന്ന്. പക്ഷേ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടി കറക്റ്റായിട്ട് നെക്ക് ഹോൾഡിങ് ഇത്ര മാസത്തിൽ കഴുത്തുറച്ചിരുന്നോ അല്ലെങ്കിൽ മുട്ടിലടിഞ്ഞിരുന്നോ കമിഴ്ന്നിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നതിൻ്റെ ഒരു റീസൺ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെയോ ഹെൽപ്പോട് കൂടി നിങ്ങൾ ആ പ്രോബ്ലം സൊല്യൂട്ട് ചെയ്തതായിരിക്കാം. പക്ഷേ നമ്മുടെ കമ്മിങ് ടു ബിഹേവിയറൽ ചലഞ്ചസ് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഹൈഡിങ് ഫാക്ടർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി അറിയാനാണ് നമ്മളെപ്പോഴും അങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി ചോദിക്കുന്നത്. ആ ഒരു ഡെവലപ്മെൻറ്റ് പാറ്റേൺ എപ്പോഴും കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഹയർ റിസോഴ്സിൻ്റെ ഫങ്ഷൻസ് എപ്പോഴും കറക്റ്റ് ആവുകയുള്ളൂ.